നമസ്കാരം. ഈ ഭയം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, പേടി, അതെല്ലാ ജീവജാലങ്ങൾക്കും ഉണ്ട്. ഇപ്പം ഇന്നലെ പേടിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അങ്ങേർക്ക് രഹസ്യാന്വേഷണ വിവരങ്ങൾ കിട്ടൽ തുടങ്ങി. കാരണം കുട്ടികൾ വിളിക്കണ മുദ്രാവാക്യം ഈ മന്ത്രി പ്രധാൻ രാജിവെക്കുക എന്നാണ്. വിദ്യാഭ്യാസ മന്ത്രി പ്രധാൻ രാജിവെക്കുക. ഈ മുദ്രാവാക്യം മാറാൻ പോകണമെന്നൊരു ന്യൂസ് പ്രധാനമന്ത്രിൻ്റെ ചെവിയിലെത്തി. കാരണം കുട്ടികളുടെ മുദ്രാവാക്യം മാറ്റാൻ പോണത് മന്ത്രി പ്രധാൻ എന്നുള്ളത് പ്രധാനമന്ത്രി രാജിവെക്കുക എന്നുള്ള മുദ്രാവാക്യത്തിലേക്ക് മാറുമെന്ന് ഉള്ള വിവരം മോദീൻ്റെ ചെവിയിലെത്തി. അതോടുകൂടി ഭയം പിടികൂടി. കാരണം ഡൽഹിയിലേക്ക് എല്ലാ വഴികളും ഡൽഹിയിൽ ജന്തർ മന്ദിറിലേക്ക് യുവജനങ്ങൾ ഡൽഹിയിലേക്ക് ഒഴുകുകയാണ്. പതിനായിരങ്ങൾ വന്ന് അടിയാണ്. 20 ബറ്റാലിയൻ CRPF ആൻഡ് ഡൽഹി പോലീസ്, റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ്, ഇവർക്കൊക്കെ പരിധിയുണ്ട് മക്കളെ. പിള്ളേരെയൊന്നും അങ്ങനെ ഒതുക്കാൻ പറ്റില്ല. ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കുകയാണ്. എല്ലാവരും കൂടി ഉപരോധിച്ച് അല്ലെങ്കിൽ തന്നെ നക്കപ്പും നാറാണക്കല്ലും ഇല്ലാണ്ട് ജീവിക്കുകയാണ്. ഇതെല്ലാം നോക്കണ്ടേ മോദിക്ക്? അതിൽ എടാ നീ ഒന്ന് രാജിവെച്ച അല്ലെങ്കിൽ പിടുത്തം വിടുമെന്ന് പറഞ്ഞ് രാജിവെച്ച്, എന്നിട്ട് പ്രധാൻ്റെ പ്രസ്താവന കേട്ടില്ലേ? അപ്പോൾ ആ തരികിട നമ്പർ വിട്ടിട്ടില്ല. ഈ വിദേശ ശക്തികളുടെ സ്വാധീനത്തിൽ കുട്ടികൾ പെടാണ്ടിരിക്കാൻ, രാജ്യദ്രോഹ ശക്തികളുടെ സ്വാധീനം ഇല്ലാണ്ടിരിക്കാനാണ് ഞാൻ പെട്ടെന്ന് രാജിവെച്ചത്. ഞാൻ അന്നേ പിള്ളേരുടെ ഒപ്പമാണ് ഈ പ്രശ്നമൊക്കെ സോൾവ് ചെയ്യാന്ന് പറഞ്ഞതാണ്. എവിടെ മസൽ പിടിച്ചവന് ഇരിക്കണമായിരുന്നു. പിള്ളേരൊക്കെ അടിച്ചോടിക്കാം. അത് ശാഖയിലുള്ള എല്ലാവർക്കും ഉണ്ടായിരുന്നു. ശാഖ ഗുണ്ടന്മാർക്കൊക്കെ ഉണ്ടായിരുന്നു. കാശ്മീർ നടത്തിയ അമ്മക്ക് ഡൽഹി ലോകം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഇവരുടെ പരിപ്പ് വേകൂല. അതിൻ്റെ ഇടയ്ക്ക് ഈ ഇവരുണ്ടല്ല, ബേജാർ രവീനെ പോലത്തെ കീടങ്ങളെ കൊണ്ട് എല്ലാ സ്റ്റേറ്റിലും ഇതിനെ ഇകഴ്ത്തി പറയാൻ വേണ്ടി ഏർപ്പാട് ചെയ്ത്, ഈ മദ്യത്തിനും ഭക്ഷണത്തിനും കള്ളിനും കോഴിക്കാലിനും ഒക്കെയാണ് ഡൽഹിയിൽ പോയി കിടക്കുന്നത്. വിദേശ ശക്തി, ജോർജ് സോറൻ, പാകിസ്ഥാൻ ഗൂഢാലോചന, ഈ വക തരികിട നമ്പർ ഒന്നും ചിലവായില്ല. ഇപ്പം ശാഖകളിൽ മുഴുവൻ ശ്മശാന മൂകത. ഇനി എന്ത് പറയും കമ്മുണ്ണി എന്നുള്ളൊരു, ഇനിയിപ്പോൾ എന്താ പറയുക, ക്യാപ്സൂൾ ഇറക്കിയിട്ട് തന്നെ വേണ്ടി വരും. കാരണം നിലവിലുള്ള ക്യാപ്സൂളൊക്കെ പൊട്ടിപ്പോയി. കാരണം മന്ത്രി പ്രധാൻ രാജിവെക്കുക എന്നുള്ള മുദ്രാവാക്യം പ്രധാനമന്ത്രി രാജിവെക്കുക എന്നുള്ളൊരു മുദ്രാവാക്യോട് മാറി ജനങ്ങൾ പതിനായിരങ്ങളിൽ ലക്ഷങ്ങളായി. ഈ സമരം മൂർച്ഛിക്കുകയാണെങ്കിൽ പിന്നെ രക്ഷയില്ല. ആ ഒരു റെസിഗ്നേഷന് മോദി നിർബന്ധിതനാവും. മോദി എന്നല്ല ആരും. ഒരു രാജ്യത്തെ ജനങ്ങളങ്ങനെ എതിർത്ത് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ല, എന്ത് നരേന്ദ്രമോദി നമ്മളൊക്കെ ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. ഇവിടെ ജനാധിപത്യ വ്യവസ്ഥിതിയിൽ പ്രധാനമന്ത്രിയായിട്ട് മോദി ഇരിക്കണം. അതേപോലെ തന്നെ അവകാശമുണ്ട് സമരം ചെയ്യാനുള്ള ജനങ്ങളുടെ അവകാശം. അല്ലാണ്ട് പ്രധാനമന്ത്രിയായിട്ട് ഞാനിവിടെ ഇരിക്കാൻ നീ ഒന്ന് സമരം ചെയ്യണ്ടടാന്ന് പറഞ്ഞാലുണ്ടല്ല, ഇത് ഇന്ത്യ രാജ്യക്കാരന് തന്തേൻ്റെ വകയല്ല. ഇവിടെ ടാക്സ് ഫെയർ ആയിട്ടുള്ള ടാക്സ് കൊടുക്കാത്തതായിട്ടുള്ള ഓരോ കുഞ്ഞിൻ്റെ വകയാണ് ഇന്ത്യ. എല്ലാവർക്കും ഇവിടെ ജീവിക്കണം. ഇപ്പം ഇതിൻ്റെ സ്ഥാപകൻ ദീപിക പറഞ്ഞെന്താ, ഇവിടെ ഹിന്ദു മുസ്ലിം രാഷ്ട്രീയം ഒഴിവാക്കിയിട്ട് രാജ്യത്തിനെ പറ്റി സംസാരിക്കാനാണ് പറഞ്ഞത്. ഇവിടെ ഹിന്ദു മുസ്ലിം അല്ലാണ്ട് രാഷ്ട്രീയം പറയാനല്ല BJPക്കാർ. ഇവിടെ എന്ത് പോലക്കെയാണുള്ളത്? ഇവിടെ പശുമ്പനെ കാണിക്കും, കുറേ അമ്പലം പണിയും, ഏറ്റവും വലിയ അത് പണിത്, ഏറ്റവും വലിയ ഇത് പണിത്, പ്രതിമ വെച്ച്. ഇതൊന്നുമല്ല എന്തെങ്കിലും ഞാൻ അണ്ണാനുള്ള പരിപാടി നോക്കണം. ഇവിടെ ആകെ വലുതാക്കണത് രാജ്യത്തിനെ മുണങ്ങി തിന്നണത് അദാനിനെ പുഷ്ടിപ്പെടുത്താനായിട്ടൊരു പ്രധാനമന്ത്രി 10 കൊല്ലമായിട്ട് അധ്വാനിക്കും. 30,000 കോടി രൂപയാണ് LICൻ്റെ ഫണ്ട് അദാനിൻ്റെ ഈ കോർപ്പറേറ്റിൽ നിക്ഷേപിച്ചേക്കണം. എത്ര? 30,000 കോടി. ഒരു വ്യക്തിക്ക് വികസിക്കാൻ, സ്വയം പുഷ്ടിപ്പെടാൻ നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങളുടെ പൈസ. ഇതൊക്കെ എൻ്റെ ചെറിയ അറിവിലുള്ള കണക്കാണ്. അല്ലാണ്ട് എത്ര എയർപോർട്ട് മുഴുവൻ മുണങ്ങി തിന്ന്, സീപോർട്ടുകൾ. എന്തിനാ മോദിയൊക്കെ പെണ്ണ് കെട്ടണം? പെണ്ണ് കെട്ടാണ്ടായിട്ട് തന്നെ ഈ ആദ്യം ദത്തുപുത്രന്മാർ
ഇവിടെ വിലസുക. പെണ്ണുകൂടി കേട്ടിയച്ചൊക്കെ എന്തായിരിക്കും എന്നാണ് ഞാൻ ചിന്തിക്കണത്. എൻ്റെ അമ്മോ, ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാം ഉണ്ട്. അത് നല്ല രീതിയിൽ വിനിയോഗിക്കാൻ അറിയണ ഒരു പ്രധാനമന്ത്രി നമുക്ക് ഉണ്ടായാൽ, ഒരു ഭരണകർത്താവ് ഉണ്ടായാൽ നമ്മുടെ ഇന്ത്യയിലേക്ക് ആൾക്കാർ വെള്ളക്കാർ അമേരിക്കയിലെ സായിപ്പൊക്കെ ഇവിടെ പണി അന്വേഷിച്ച് വരും. അതിനുള്ള മുതൽ ഇവിടെ ഉണ്ട്. എന്നിട്ട് ഇതൊക്കെ ഇവിടെ വെച്ച് അദാനിക്കൊക്കെ മിണുങ്ങി തിന്നാൻ കൊടുത്ത് അതിൻ്റെ ഇടക്കാണ് മറ്റേ ഈ കുന്നുകൾ, എന്താണ് ആ കുന്നുകളുടെ പേര് ഞാൻ പറഞ്ഞത്, അത് വടക്കേ ഇന്ത്യയിലുള്ള ആരവല്ലി കുന്നുകൾ. വടക്കേ ഇന്ത്യയിലുള്ള വനങ്ങൾ മുഴുവൻ അദാനിൻ്റെ കയ്യിലാണ്. ഖനനം നടത്താനായിട്ട് മരങ്ങളൊക്കെ നശിപ്പിച്ച് അവിടെ ഭൂമി അടികൂടി തുറന്നുകൊണ്ട് നിൽക്കുക. ഇന്ത്യ കലുഷിതമായിക്കൊണ്ട് ഇന്ത്യയിലെ പല ഭാഗത്തും നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരങ്ങൾ നടക്കുന്നുണ്ട്. ഇതൊക്കെ ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് അടിച്ചമർത്തി ഇവന്മാരിങ്ങനെ വിലസായിരുന്നു. പക്ഷേ ജനശക്തി, യുവാക്കളുടെ ശക്തിയുടെ മുമ്പിൽ ടൗസർ പൊളിയെന്നുള്ളൊരു പാഠം ഇവർക്ക് കിട്ടി. എന്നാൽ ആലോചിച്ച് നോക്കിയാൽ പ്രധാനമന്ത്രിയാണ് രാജിവെച്ചാൽ ഞങ്ങൾ ഈ സമരം പിൻവലിക്കുള്ളൂ പറഞ്ഞാൽ ഇതേപോലെ ജനങ്ങളുടെ കുത്തൊഴുക്കും യുവാക്കളുടെ കുത്തൊഴുക്കും ഡൽഹിയിലൊക്കെ ഉണ്ടായാൽ അവസാനം മോദി രാജിവെക്കേണ്ടി വരും. മോദി എന്ന് പറഞ്ഞൊരു സാധാരണ മനുഷ്യൻ മാത്രമാണ്. ഇവന്മാർ പറഞ്ഞ പോലീസൊന്നുമില്ല, ഭയവും പേടിയും ഒക്കെ ഉള്ളൊരു മനുഷ്യൻ തന്നെയാണത്. അല്ലാണ്ട് എന്താ പറയുക, വിശ്വഗുരു, എന്ത് വിശ്വഗുരു, തുറക്കില്ല. ഗുരുക്കന്മാരെന്നൊക്കെ പറഞ്ഞ ലോകത്തിന് അഡ്വൈസും ഡയറക്ഷനൊക്കെ കൊടുക്കുന്നതാണ് ഈ ഗുരുക്കന്മാരും യോഗികളൊക്കെ. ഇതൊരു പത്രക്കാർ വന്നാൽ തന്നെ മെല്ലെ ലോട്ടറിൽ മിന്നിപ്പോവും. ഇതെന്ത് ഗുരുവാ? ഒരാളെ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കാൻ ഞാനില്ല, കാരണം സംഖ്യകളും ഞാനും ഇട്ടപ്പോൾ ഒരേപോലെ ആയിപ്പോവും. എന്തായിരുന്നു എന്നെ സുഡാപ്പി സംഖി, പിന്നെ ഇസ്ലാമിക ഫണ്ട് പറ്റണവനാക്കി തിന്നണം. എന്തിന് ഇവർക്ക് പറ്റാത്തവരൊക്കെ ഇവർ പറഞ്ഞ പഴയ തരികിട നമ്പർ തീവ്രവാദി, ഇതൊക്കെ ഒളിപ്പിച്ച് വെച്ചേക്ക് മക്കളെ. ജീവിക്കാൻ നോക്ക്. ഹിന്ദു മുസ്ലിമായിട്ട് എറിഞ്ഞിട്ട് മനുഷ്യരാകും. നിങ്ങളൊക്കെ നല്ല ശക്തിയാണ്. BJP ഒക്കെ ലോകത്തിന് ഉപകാരമുള്ളൊരു സ്വഭാവത്തിലേക്ക് മാറ്. മനുഷ്യനാകാൻ നോക്ക് സംഖ്യകളെ. നമസ്കാരം.